ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ടൊരു ചെറിയൊരു ഐറ്റംസാണ് കേട്ടോ. ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റംസാണ്. ചിക്കനോ അങ്ങനെ ഒരുപാട് പൈസ ചിലവാക്കി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയല്ല. ഞാനിത് ഗൾഫിലായിരുന്നപ്പം ഇഫ്താർ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ എന്ന് കണ്ടതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഞാനത് യൂട്യൂബിൽ ഇതുവരെ ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കണ്ടിട്ടില്ല ഈ ഒരു ഐറ്റം. അപ്പോൾ ഒരു ചെറിയ പിസ്സൻ്റെ ഒക്കെ ഒരു ടൈപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞങ്ങൾ പിന്നെ നോമ്പിന് കണക്കാക്കി ഉണ്ടാക്കുള്ളൂ. കാരണം ഓരോരുത്തർക്ക് ഈ രണ്ടെണ്ണം. അപ്പം അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാനൊരു വലിയ ഉള്ളിയും ഒരു വലിയ കിഴങ്ങുമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പീസാക്കി കൊത്തിയരിഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഈ മുറിച്ച് വെച്ചത് അതിലേക്ക് ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. രണ്ടും ഒപ്പിട്ടിട്ടാണ് വഴറ്റണത്. അതിലേക്ക് ഉപ്പ് ഇട്ടിടുങ്ങാണ്ട് ഒന്ന് വഴറ്റി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. മൂടി വെക്കണ എന്താ കിഴങ്ങ് കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് ഒന്ന് മൂടി വെച്ചാൽ എളുപ്പം ഒന്ന് വയന്ന് കിട്ടും. അപ്പോൾ അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ നടുവിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു. ഇതൊന്നൊന്നുകൊണ്ട് മാറ്റി കൊടുത്താൽ മതി. അതൊന്ന് വെന്ത് നമുക്കെല്ലാം കൂടി ഒന്ന് കൂട്ടി ഇളക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു. ഇനി ഇത് ഒന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ എല്ലാം കൂടി ഇളക്കി അതൊന്ന് വറുത്ത പോലെ ആയിട്ട് എടുക്കുക. ഞാനിതിലേക്ക് ഇനി കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല അങ്ങനെ എരിവൊക്കെ നല്ലോണം ആവശ്യമുള്ളവർ അങ്ങനെയൊക്കെ ചേർക്കുക. ഈ നോമ്പിന് ഞാൻ എരിവ് വളരെ കുറച്ചാണ് ഉണ്ടാക്കാറ്. കാരണം കാലിയായ വയറിലേക്ക് ഒരുപാട് എരിവായാൽ അത് വയറിനൊക്കെ പ്രശ്നമാവും. അപ്പോൾ പച്ചമുളകും ഇഞ്ചിയൊന്നും മുറിച്ചിട്ടിട്ടില്ല. അതൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിക്കൊടുക്കാം. ഇവിടെ മക്കൾക്കും ഞങ്ങൾക്കൊന്നും എരിവ് വളരെ കുറച്ചാണ് ഉപയോഗിക്കാറ്. അപ്പോൾ പിന്നെ അധികം ഇട്ടിട്ടില്ല. ഞാനതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. കാരണം അതിൻ്റെ ഒരു പച്ച ഇങ്ങനെ കടിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. കുരുമുളകും ക്യാപ്സിക്കും ഒക്കെ നന്നായിട്ട് ഇട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു 8 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഈ 2 കടി കഴിക്കാനാണ് ഞങ്ങൾ ഉണ്ടാക്കാറ്. 4 ആളാണ്. അപ്പം 8 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രെഡിനെ ഇതേപോലൊരു അടപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കണം. അമർത്തിയിട്ടൊന്ന് ആ ഒരു ഭാഗമൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ ഇതേപോലെ ഒന്ന് അമർത്തി പിടിച്ചിട്ട് അതിൻ്റെ അരുഭാഗമൊക്കെ ഒന്ന് ഇങ്ങനെ പറിച്ചെടുക്കുക. അപ്പോൾ അത് അടപ്പിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടിയിരിക്കണം. ഇനി എല്ലാ ബ്രെഡും ഈ ഒരു ഷേപ്പിൽ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാ ബ്രെഡും ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ കിട്ടിയ അരുഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. അത് കളയണ്ട. അരുഭാഗങ്ങളൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ ഒരു ദിവസം വെച്ചാൽ അത് നല്ല ക്രിസ്പിയാകും. എന്നിട്ടൊന്ന് പൊടിച്ചെടുത്താൽ ബ്രെഡ് പൊടി തയ്യാറാക്കാം. അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ഓരോ ബ്രെഡിൻ്റെ അത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇങ്ങനെ കൈയിൻ്റെ വിരൽ വെച്ചിട്ടൊന്ന് നടുഭാഗം ഒന്ന് കുഴിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അതിൻ്റെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഒരു സ്പൂണൊന്ന് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഒരുപാടൊന്നും ഇടണ്ട, നമുക്ക് അതിൽ കൊള്ളണ ആ ഒരു ഇത് മതി. ഒരുപാടായാലത് ഇതാവും. ഇപ്പം എല്ലാം ഞാനിതിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 8 പീസ് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓവനിൽ വേണമെങ്കിൽ കുക്ക് ചെയ്തെടുക്കാം. ഞാനിത് നമ്മൾ സാധാരണക്കാർക്ക് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ ഒരു ഫ്രൈ പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കുക. നെയ്യായാലും കുഴപ്പമില്ല, ഇനി സൺഫ്ലവർ ഓയിലും കുഴപ്പമില്ല. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനെല്ലാം കൂടി അതിൽ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഇതിൻ്റെ മുകളിൽ ഒരു മുട്ട അടിച്ചിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് അടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം. സ്പൂൺ വെച്ചിട്ട് തന്നെ അടിക്കണം കേട്ടോ. മിക്സ് അടിച്ചാൽ അത് പറ്റേ ഇങ്ങനെ വെള്ളമായി പോകും. അപ്പോൾ സ്പൂൺ കൊണ്ട് ഒന്ന് അതിലേക്ക് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് സ്പൂൺ വെച്ചിട്ട് അടിച്ചിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ സിമ്മിലാക്കിയിട്ട് വേണം നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ. തീ കൂട്ടി കൊടുത്താൽ അത് അടിഭാഗം ബ്രെഡല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ടാണ് ഇതൊന്ന് പൊരിച്ചെടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു തക്കാളി സ്ലൈസ് ആക്കിയിട്ട് മുറിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക.
എല്ലാത്തിൻ്റെ മുകളിലും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അപ്പോൾ അടിഭാഗം ഏകദേശം വെന്തിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്, മുറിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അത് അടിഭാഗം നല്ല ഗോൾഡൻ കളറായി നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ എല്ലാ ബ്രെഡിൻ്റെതും ഞാൻ ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കുക. പൊരിച്ച് എണ്ണയിലല്ല, അധികം എണ്ണ ഒഴിക്കണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനാണെങ്കിൽ ഇത്രയൊന്നും പിന്നെ എണ്ണ ഒഴിക്കണ്ട കേട്ടോ. ഞാൻ പിന്നെ അത് സ്റ്റീലിൻ്റെ ഫ്രൈ പാനാണ്, അപ്പോൾ കുറച്ച് ഒഴിച്ചു എന്നുള്ളൂ. നോൺ സ്റ്റിക്കിനാണെങ്കിൽ കുറച്ച് മതി, അല്ലെങ്കിൽ പിന്നെ ഇത് ഒരുപാട് എണ്ണ ആയാലും ഇത് ഈ ബ്രെഡ് എണ്ണ കുടിക്കും. അപ്പം ശ്രദ്ധിച്ചിട്ട് വേണത് പൊരിച്ചെടുക്കാൻ. ഇപ്പോൾ 2 ഭാഗം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ ഒരു ഐറ്റമാണ് കേട്ടത്. അങ്ങനെ കറുമുറേനെ തന്നെ കഴിക്കുക. എന്നാൽ ഉള്ളു സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഞാനിപ്പോൾ ഇത് എൻ്റെ മസാലയിൽ മുട്ട മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം കേട്ടോ. എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചീസ് വേണമെങ്കിൽ അതും ചേർക്കാം. ഞാൻ ചിലവൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ നമ്മളെല്ലാം ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ നല്ല ഉള്ളു നല്ല സോഫ്റ്റും ഉണ്ട്, പുറം ഭാഗം നല്ല മുരിഞ്ഞാണ് ഇരിക്കുക. കണ്ടോ, ഒന്നും അതിൻ്റെ ഉള്ളിലൊന്നും പുറത്ത് ചാടാതെ നമുക്ക് കിട്ടും ചെയ്യും. ഈ തക്കാളിൻ്റെയും അതുപോലെ ഈ ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ കടിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്